കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പത്രോസിൻ്റെ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടി. അത് ഒരു പ്രത്യേക വിഷയം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നു. യെദുക്കുസിനെ കുറിച്ചും മഹോദരകാലത്തെക്കുറിച്ചും ഒരു ചെറിയ അറിവ് വാത്സല്യ പ്രേക്ഷകരോട് പറയുവാൻ കർത്താവിൽ എനിക്ക് ഹേമമുണ്ട്, താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. നാം അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതിലേക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ മാറ്റിവെക്കുകയാണ്. അതിന് തെസ്സലോനിക്ക ലേഖനം 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിലെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. വളരെ ശ്രദ്ധയോടെ കേട്ടാലും. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്ന പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. നിങ്ങളുടെ അടുക്കൽ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുൻപേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഉടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും. മുഴുവൻ വായിക്കേണ്ടതാണ്. നിങ്ങൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം മുഴുവൻ വായിക്കുക. അതിൻ്റെ 12 വരെയുള്ള വാക്യം വായിക്കുന്നത് വളരെ നല്ലതാണ്. സ്തോത്രം. കാര്യങ്ങളെ ഒന്ന് ഒരു ചെറിയൊരു അറിവിന് വേണ്ടി അതൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ഈ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത എന്നുള്ളത് ദൈവവചനത്തിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയോടുകൂടി മഹോദ്രവകാലം ആരംഭിക്കുന്നു. അതിനു മുൻപ് സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നു. ആത്മീയ കോളത്തിലുള്ളൊരു വലിയ വലിയൊരു സംവാദം ഈ വിഷയത്തെക്കുറിച്ച് നടക്കുന്നുണ്ട്. മഹോദരകാലത്തിലാണോ സഭ എടുക്കപ്പെടുന്നത്, അതോ മഹോദരത്തിന് മുമ്പാണോ എന്നൊക്കെ വേദശാസ്ത്രികളുടെ ഇടയിൽ അല്ലെങ്കിൽ ദൈവമക്കളെന്ന് പറയുന്നവരുടെ ഇടയിൽ വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഒത്തിരി നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കേട്ടിട്ടില്ലാകാം. ഞാൻ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് വചനത്തിലൂടെ മഹോദര കാലത്തിന് മുമ്പ് സഭയുടെ നിന്ന് മാറ്റപ്പെടും. അതിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ച ഒരു വിഷയം ഇതാണ്. സഭ കന്യക അല്ലെങ്കിൽ നിർമ്മല കന്യക അല്ലെങ്കിൽ മണവാട്ടി, സഭ ക്രിസ്തുവിൻ്റെ ശരീരം, സഭ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരം. ഈ മന്ദിരത്തെ ദുഷ്ടനായ സാത്താൻ ഉപദ്രവിക്കാനായിട്ട് ഒരിക്കലും ഇടയാകത്തില്ല. എന്തുകൊണ്ട്? കർത്താവിൻ്റെ രക്തത്താലാണ് ഈ മന്ദിരമാകുന്ന സഭയെ, ഈ കന്യകയാകുന്ന സഭയെ, ഈ മണവാട്ടിയാകുന്ന സഭയെ, ഈ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്ന സഭയെ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടാണ് വീണ്ടെടുത്തിരിക്കുന്നത്.
യേശുക്രിസ്തുവിൻ്റെ നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട സഭയെ സാത്താൻ ഉപദ്രവിക്കാൻ ഒരിക്കലും ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. പൂർണ്ണമായി വിശ്വസിക്കും. യേശുക്രിസ്തുവിൻ്റെ ശരീരമല്ലേ സഭ. ശരീരമാം സഭയെ സാത്താനിട്ട് ഉപദ്രവിക്കുമെന്നോ? എന്താ ഈ പറയുന്നത്? ഒത്തിരി വാക്യങ്ങളുണ്ട്. എല്ലാം പറയാൻ എൻ്റെ മുമ്പിൽ സമയമൊന്നുമില്ല. വചനത്തിലൂടെ ആധികാരികമായി തെളിയിച്ച് സംസാരിക്കാനുള്ള ആ വാക്യങ്ങളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അതെല്ലാം പറയാനുള്ള സമയവും ഇവിടെയില്ല. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്, കൈവിടപ്പെട്ടു പോയാൽ ഈ ട്രാപ്പിൽ നമ്മൾ കുടുങ്ങിപ്പോകുമെന്നുള്ളത് 100% ഉറപ്പ്. അതുകൊണ്ട് വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവിൽ പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ മെസ്സേജുകളാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. കൈവിടപ്പെട്ടു പോയാൽ, ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്താണ് സഭ എടുക്കുന്നതെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ അങ്ങ് പൊക്കോ. നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ. നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ ആഗ്രഹവും വാഞ്ചയൊക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എനിക്കെന്തായാലും അവരുടെ താല്പര്യമില്ല. ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ്. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം ലഭിച്ചവനാ. ക്രിസ്തുവിൻ്റെ വാഗ്ദത്തത്തിൽ പങ്കാളിത്തം ലഭിച്ചവനാ. എഫേസർ 6:3-6. അപ്പോൾ ഈ 3 അനുഭവങ്ങളുള്ള എന്നെ യേശുക്രിസ്തു വിട്ട് പീഡിപ്പിക്കുക എന്നുള്ളത് അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. ഇനി ഈ മഹോദരം ആർക്കാണ്? ഞാനതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഒരു ചെറിയ പഠനം അതിനെക്കുറിച്ച്, വളരെ ചെറിയ ലഘുവായ ഒരു പഠനത്തിലേക്കാണ് ഇന്ന് പൽക്കാലം പോകാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. മഹോദരം എന്നാൽ എന്ത് എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. എന്താ ഈ മഹോദരകാലം? അത് യഹോവയുടെ കോപം ദിവസമാണ്. യഹോവയുടെ കോപം, പകരം വയ്ക്കാനില്ലാത്ത ഭീകരമായ ഒരു നാളുകളാണ് മഹോദരകാലം. ഒരു ജാതി ഉണ്ടായത് മുതൽ ഇതുവരെ ഉണ്ടാകാത്ത കഷ്ടകാലം, യഹോവയുടെ ക്രോധം പകരുന്ന മഹാദിവസം, യഹോവയുടെ കോപ ദിവസം. ഹല്ലേലൂയ. വചനം പറയുന്നതാണ് കേട്ടോ. ഇതിലൊക്കെ വാക്യങ്ങളുണ്ട്. യാക്കോബിൻ്റെ കഷ്ടകാലം, യെരുശലേമിൻ്റെ സന്ദർശകാലം. യാക്കോബിൻ്റെ കഷ്ടകാലം യിരെമ്യാവ് 30:7, യെരുശലേമിൻ്റെ സന്ദർശന ദിവസം യെശയ്യാവ് 10:3, യിരെമ്യാവ് 46:10. അത് പ്രതികാര ദിവസം, സഭയ്ക്കുള്ളതല്ല. മശിയെ തള്ളിക്കളഞ്ഞ യഹൂദന്മാർക്കുള്ള ശിക്ഷയുടെ കാലമാണ് ഉപദ്രവകാലം, ഉപദ്രവകാലം. അതിന് ഷോർട്ടായിട്ട് പറയാം മഹോദരകാലം, ഗ്രേറ്റ് ട്രിബുലേഷൻ. സ്വത്രം. ദൈവമക്കളെ, അത് വെളിച്ചത്തിൻ്റെ ദിവസമല്ല, ഇരുട്ടത്രേ. ആമോസ് 5:18. ഒട്ടും പ്രകാശമില്ലാത്ത അന്ധതമസ്. ആമോസ് 5:20. സ്തോത്രം. ജാതികളുടെ മേൽ യഹോവയുടെ വാൾ വരുന്ന ദിവസം. യിരെമ്യാവ് 50:35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് പഠിച്ചോണമേ. ഹല്ലേലൂയ. തൻ്റെ മന്ദിരത്തിന് വേണ്ടിയുള്ള പ്രതികാര ദിവസം. യിരെമ്യാവ് 50:28. പരിഭ്രമത്തിൻ്റെ നാളാണത്. യെശയ്യാവ് 22:5. സർവസംഹാരം പോലെയുള്ള ഒരു ദിവസം. വിലാപം 2:22 വാക്യം. സ്തോത്രം. നമ്മളിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഞാനിതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് തരാനാണ് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. മഹോദരം എന്തുകൊണ്ട്? നേരത്തെ നമ്മൾ ചിന്തിച്ചത് മഹോദരം എന്ത്. ഈ മഹോദരം എന്തുകൊണ്ട്? ഇസ്രയേൽ യഹോവയോട് പാപം ചെയ്തതിനാൽ ദൈവം അവർക്ക് കൊടുക്കുന്ന ശിക്ഷ. ദൈവത്തെ അവർ മറന്നു കളഞ്ഞതുകൊണ്ട്. സെഫന്യാവ് 1:17 ഇസ്രയേൽ യഹോവയോട് പാപം ചെയ്തതുകൊണ്ട് ദൈവം കൊടുക്കുന്നൊരു ശിക്ഷയാണ്. സ്തോത്രം. ആവർത്തനം 32:18 മുതൽ 22 വരെ വായിച്ചു പഠിക്കുമ്പോൾ
അവർ ദൈവത്തെ മറന്നു കളഞ്ഞതിനാൽ. വെളിപ്പാട് പുസ്തകം 2:22 പരസംഗം നിമിത്തം ദൈവത്തിൻ്റെ ഒരു ശിക്ഷയാണ് മഹോദരകാലം. ജാതികളുടെ കോപ ദിവസം എന്ന് വെളിപ്പാട് 11:18 പറയുന്നു. ഇസ്രയേൽ ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞതുകൊണ്ട്, ആവർത്തനം 6:25 മുതൽ 26 വരെ. ഈ വാക്യം നിങ്ങൾ വായിച്ച് പഠിച്ചോണം. ഇതെല്ലാം കൂടി വായിച്ചു കഴിഞ്ഞാൽ മെസ്സേജ് തീരത്തില്ല. ഇസ്രയേൽ മക്കൾക്ക് തോന്നിയതുപോലെ നടന്നത് കൊണ്ടുള്ള കാരണം, ഇസ്രയേൽ മക്കളുടെ തോന്നിയതുപോലെയുള്ള നടപ്പിൻ്റെ കാരണം കൊണ്ട് ഈ മഹോദരകാലം അവർക്ക് വരുന്നത്. ഹല്ലേലൂയ. യെഹെസ്കേൽ 7:6 മുതൽ 9 വാക്യം. ഇനി മഹോദ്രവം ആർക്ക്? അത് ഇസ്രയേലിന് വേണ്ടിയുള്ളതാണ്. യെശയ്യാവ് 10:20 മുതൽ 22 വരെ. യെരൂശലേം നിവാസികൾക്ക് വേണ്ടിയുള്ളതാ. യിരെമ്യാവ് 4:4 മുതൽ 9 വരെ. ഇസ്രയേലിന് ജനത്തിന് അഥവാ ഇസ്രയേലിന് വേണ്ടിയുള്ള ഒരു പാക്കേജാണ് മഹോദരവും. നമുക്കുള്ളതല്ല. ജാതികൾ മഹോദരമായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്തോത്രം. മഹാകഷ്ടകാലം എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. യാക്കോബ് ഗ്രഹത്തിന് വേണ്ടിയുള്ളതാണ്. യിരെമ്യാവ് 30:4 മുതൽ 8 വരെയുള്ള വാക്യം. ജാതികൾ, നേഷൻസ്, ദൈവസഭ, ജാതികൾ, യഹൂദൻ, ഈ 3 ഗ്രൂപ്പായി ലോകത്ത് കിടക്കുന്നത്. 4ാമതൊരു ഗ്രൂപ്പില്ല. കർത്താവിനെ അറിയാത്ത ജാതികൾ. എഫേസ്യ ലേഖനം 4:19, 20, 21 വാക്യങ്ങൾ വായിച്ച് പഠിക്കുമ്പോൾ ജാതികളെ കുറിച്ച് 7 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ജാതികൾ അത് വേണമെങ്കിൽ ഒന്ന് വായിച്ച് പോകാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. എഫേസ്യർ 4 ജാതികൾ ആരാണെന്ന് പലർക്കും അറിയത്തില്ല. വേണ്ട രീതിയിൽ ശരിക്കും മനസ്സിലാക്കണം ജാതികൾ ആരാണെന്ന്. ജാതികളുടെ സ്വഭാവം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണം. 4:17 മുതൽ. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ നിങ്ങളുടെ വൃദ്ധബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ നിങ്ങളിനി നടക്കരുത്. അപ്പോൾ വൃദ്ധബുദ്ധി ഉള്ളവരാണ് ജാതികൾ. അവർ അന്ധബുദ്ധികളായി. അപ്പോൾ അന്ധബുദ്ധിയുള്ളവരാണ് ജാതികൾ. അജ്ഞാനം നിമിത്തം, അപ്പോൾ അജ്ഞാനികളാണ് ജാതികൾ. അടുത്ത് ഹൃദയകാഠിന്യ നിമിത്തം, ഹൃദയകാഠിന്യമുള്ളവരാണ് ജാതികൾ. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാണ് ജാതികൾ. സ്തോത്രം. സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നവരാണ് ജാതികൾ. എഫേസ്യർ 4:17, 18, 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ 7 കൂട്ടം കാര്യങ്ങൾ അവിടെ ജാതികളെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവസഭ ജാതികളല്ല, ജാതികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാ. എക്ലീഷ്യ വിളിച്ച് വേർതിരിക്കപ്പെട്ടൊരു കൂട്ടമാണ്. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു സംഘമാ ജാതികൾ. തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവരാ. ജാതികളായിരുന്നു, അവരെ ദൈവം വേർതിരിച്ചു. അവർക്ക് വേണ്ടിയായി മഹോദരോ, ജാതികൾക്ക് വേണ്ടിയാ. സ്തോത്രം. യെരൂശലേമിന് വേണ്ടിയാണ് ഈ മഹോദരവും. വേറെ ഭാഷയിൽ പറഞ്ഞാൽ അശൂരിന്. ഞങ്ങൾക്ക് വാക്യമുണ്ട് യെശയ്യാവ് 10:5 മുതൽ 7 വരെ. ഇനി മഹോദരവും ആരിൽ നിന്ന് വരുന്നു? ശ്രദ്ധിച്ചു കേൾക്കണേ. ഇത് സർവശക്തനായ ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ആ ദിവസം അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. യോവേൽ 1:15. കണ്ടോ? വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയ്ക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് വരുന്നതാണോ മഹോദരം? അല്ല. ദൈവസഭ അതിലില്ല. ദൈവസഭ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാണ്. വാഗ്ദത്തത്തിൽ പങ്കാളികളാണ്. 3 കാര്യങ്ങളായി. എഫേസ്യർ 3:6 ക്രിസ്തുവിൻ്റെ ശരീരം, വാഗ്ദത്തത്തിൽ പങ്കാളികൾ, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം. ഈ കൂട്ടവകാശം ലഭിച്ചവരെ, ക്രിസ്തുവിൻ്റെ ശരീരമായവര്, വാഗ്ദത്തത്തിൽ പങ്കാളികളായവരെ ഈ പിശാചിൻ്റെ മഹോദര കാലത്തിലിട്ട് തല്ലിച്ചതയ്ക്കാന്ന് പറഞ്ഞ യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്.
അപ്പം ഈ മഹോദരം സഭയ്ക്കുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഈ പ്രീ ട്രിബുലേഷൻകാരുടെ ഉപദേശം എന്താന്ന് ചോദിച്ചാൽ മഹാകഷ്ടത്തിലൂടെ കടന്നു പോകണമെന്ന്. ദൈവസഭയ്ക്ക് കഷ്ടമുണ്ടല്ലോ. ഈ മഹാകഷ്ടമല്ല കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ. ദൈവസഭയ്ക്ക് കഷ്ടങ്ങളുണ്ട് സഹോദരങ്ങളെ. ദൈവസഭയുടെ ആവിർഭാവം എവിടെയാ? പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പത്രോസ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എഴുന്നേറ്റ് പ്രസംഗിച്ച ആ സമയം മുതൽ ദൈവസഭയ്ക്ക് കഷ്ടമുണ്ട്, ഉപദ്രവമുണ്ട്. കോടിക്കണക്കിന് വിശുദ്ധന്മാർ രക്തസാക്ഷികളായി. അത് കഷ്ടമല്ലേ? അത് മഹോദരമായിട്ട് കൂട്ടണ്ട. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാകുന്നു. ദൈവസഭയ്ക്കുള്ള കഷ്ടത ഒന്ന്, മഹോദരം വേറൊന്ന്. മഹോദരം ദൈവപുത്രനെ വിട്ടുകളഞ്ഞ ഇസ്രായേലിന് വേണ്ടിയുള്ള ഒരു പണിഷ്മെന്റ്, ശിക്ഷാവിധിയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെന്ന് കയറണ്ട. അങ്ങനെ ആഗ്രഹമുള്ളവർ ചെന്ന് കയറിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. എനിക്ക് അവരോട് സഹതാപമേ ഉള്ളൂ. അവർക്ക് വേണ്ടി ഒരു ലിറ്റ് കണ്ണീരൊഴുക്കാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പഠിച്ച് തല തിരിഞ്ഞു പോയിരിക്കുക പലരുടെയും. എനിക്കതിൽ വേദനയുണ്ട്. വെളിപ്പാട് 1, 2, 3 സഭയ്ക്ക് വേണ്ടിയുള്ള ദൂതുകളാ. 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലാ. മനസ്സിലായി? ഈ കഠിനമായ ശിക്ഷാ കാര്യങ്ങൾ നടക്കുന്ന മുഴുവൻ മഹോദരകാലത്താ. ആ സമയത്ത് സഭ സ്വർഗത്തിലാ. ഹല്ലേലൂയ. ഈ ഭൂമിയിലാണ് മഹോദരകാലം നടക്കുന്നത്. സ്തോത്രം. ഇതൊക്കെ വചനത്തിലൂടെ തെളിയിച്ച് പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഞാൻ അതിന് മുതിരുന്നില്ല. കുഞ്ഞാടായ കർത്താവിൽ നിന്ന് വരുന്നതാണ് മഹോദരകാലം. വെളിപ്പാട് 6:16 മുതൽ 17 വരെ ദൈവം അനുവദിച്ചിട്ടുള്ള അശൂരിൽ നിന്ന് വരുന്ന പീഡകളാണിത്, മഹോദരകാലം. യശയ്യാവ് 7:18 മുതൽ 21 വാക്യങ്ങൾ. മഹോദരം എന്തിനു വേണ്ടി? കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു, ശ്രദ്ധിച്ച് കേട്ടോണേ. 1-2 പ്രാവശ്യം വെച്ച് ഇത് കേൾക്കണം. എന്തിനു വേണ്ടി? ഇസ്രായേൽ ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ, അവർ കുത്തിയെങ്കിലേക്ക് നോക്കുവാൻ, ഇസ്രായേലിന് അവരുടെ പ്രവൃത്തികൾക്ക് തക്ക പകരം കൊടുത്ത് എരിവ് വരുത്തുവാൻ. സ്തോത്രം. ദൈവപുത്രനെ ചവിട്ടിക്കളഞ്ഞ, ദൈവപുത്രനെ തള്ളിക്കളഞ്ഞ യഹൂദന്മാർക്കുള്ള അവസാനത്തെ പണിഷ്മെൻ്റാണ് മഹോദരകാലം, അവർക്കുള്ള ശിക്ഷാകാലം. പുതിയ നിയമസഭയ്ക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഉണ്ടെന്ന് പറയുന്നവർ അങ്ങോട്ട് പൊക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മളത് ശ്രദ്ധിക്കണ്ട. മണവാട്ടിയാകേണ്ട നിർമ്മല കന്യക വിശുദ്ധിയെ തികച്ച് ആത്മവളർച്ച പ്രാപിച്ച്, ആത്മവർദ്ധന പ്രാപിച്ച്, ആത്മനിറവ് പ്രാപിച്ച് മണവാളൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക. മണവാളനാകുന്ന ക്രിസ്തു വന്ന് മണവാട്ടിയായ സഭയെ, അല്ലെങ്കിൽ കന്യയായ സഭയെ ചേർത്ത് മണവാട്ടി പദത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം നടക്കുന്നതാണ് 7 വർഷത്തെ മഹാ ഉപദ്രവകാലം, അല്ലെങ്കിൽ മഹോദ്രവകാലം, അല്ലെങ്കിൽ ഗ്രേറ്റ് ട്രിബുലേഷൻ. ഇത് ദൈവസഭയ്ക്ക് യാതൊരു ബന്ധവുമില്ല. സ്തോത്രം. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഈ വേദഭാഗങ്ങൾ നന്നായിട്ട് നമ്മൾ വായിച്ച് പഠിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ചെന്നുചാടും. തെസ്സലോനിക്ക ലേഖനം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ് കാണിക്കുന്നത്. തെസ്സലോനിക്കയ്ക്ക് എഴുതിയ 2-ാം ലേഖനം, തെസ്സലോനിക്കയ്ക്ക് എഴുതിയ 1-ാം ലേഖനം കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ് കാണിക്കുന്നത്. തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനം കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാലത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരെ നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ശക്തിയോടെ പ്രതിപാദിക്കുന്ന ഒരു ലേഖനമാണ് 1 തെസ്സലോനിക്ക ലേഖനം. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും
എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ജീവിതത്തിലെ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതെന്ന് കർത്താവ് മത്തായി 7:21 പറഞ്ഞതിൻ്റെ ആ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് വ്യക്തവും കൃത്യമായി ഈ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രി വരുമ്പോൾ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് സംഭവിക്കും, തെറ്റി ഒഴിയാതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളനെന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. എന്നാൽ രാത്രിക്കും ഇരുളിലുമുള്ളവരല്ല. ആകാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ശക്തിയോടെ പഠിപ്പിക്കുന്ന ലേഖനമാണ് 1 തെസ്സലോനിക്കർ. അതിൻ്റെ ഒരുക്കത്തെക്കുറിച്ച് പറയുന്ന 1 തെസ്സലോനിക്കർ 5:13 മുതൽ. എങ്ങനെ ഒരുക്കം? കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നിടത്ത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവിൻ്റെ ഒരു പോകാൻ വേണ്ടി ഉള്ള ഒരു ശക്തമായ പ്രബോധനം 1 തെസ്സലോനിക്കർ 5:13 മുതൽ. തമ്മിൽ സമാധാനമായിരിപ്പിൻ സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ക്രമം കെട്ടവരെ ബുദ്ധിയുപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പോലെ തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. സ്തോത്രം. തമ്മിലും എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. അപ്പം കർത്താവെ കർത്താവെ വിളിക്കുന്ന ഏവനുമല്ല. മത്തായി 7:21 കർത്താവ് പറഞ്ഞു സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിന് സ്വർഗരാജ്യം കിടക്കുന്നത്. അപ്പം പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം. വായിച്ചല്ലോ അത്. സ്തോത്രം. ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലത് ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. ഏകദേശം 14ഓളം ആത്മീയ കാതലായ അനുഭവങ്ങൾ ദൈവ ഇഷ്ടമായിട്ട് പൗലോസ് വെളിപ്പെടുത്തുന്നു. വേറെ ഒത്തിരി കിടപ്പുണ്ട്, എങ്കിലും പ്രധാനമായിട്ട് സ്തോത്രം കർത്താവിൽ വിശ്വസിക്കുന്നതിനെ ഉയർപ്പിക്കണം എന്നുള്ളതാണെന്ന് പിതാവിൻ്റെ ഇഷ്ടം. അതൊരു പിതാവിൻ്റെ ഇഷ്ടമാണ്. ക്രൂശിൽ കിടക്കുന്ന സമയത്ത് അവിടെ നമുക്ക് കർത്താവ് പറയുന്ന ഒരു ഭാഗം കാണാൻ കഴിയും. ആരാ നിങ്ങളുടെ സഹോദരന്മാരെന്ന് ചോദിക്കും. കർത്താവ് പറയുന്നത് എന്താ? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ അവരാണ് സഹോദരന്മാർ. അങ്ങനെ ഒത്തിരി ഭാഗങ്ങളിൽ പിതാവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കുള്ള ശക്തമായ പ്രബോധനമാണ് 1 തെസ്സലോനിക്കർ, എസ്പെഷ്യലി 4-5 അധ്യായങ്ങൾ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം പഠിക്കുമ്പോൾ ഇത് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ് കാണിക്കുന്നത്. അത് സസൂക്ഷ്മം വായിച്ച് പഠിച്ചോണം എല്ലാവരും. ഞാൻ ആദ്യം കുറേയൊക്കെ വായിച്ചു, ഇത് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. 11-ാം വാക്യം, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഇവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. വേണമെങ്കിൽ അതൊന്നുകൂടി ഒന്ന് വായിച്ചു തന്നേക്കാം. 7 മുതൽ വായിക്കാം. 2 തെസ്സലോനിക്കർ 2:7 മുതൽ. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. തടുക്കുന്നവൻ വഴിയിൽ നീങ്ങിപ്പോകാൻ മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഉടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളുടെയും അനീതിയുടെയും സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. അത്ഭുതത്തിൻ്റെ പുറകെ നടക്കുന്നവരെ സൂക്ഷിച്ചോ, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ വിശ്വസിക്കുള്ള ഇയാൾ തന്നെ അങ്ങനെ സംഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി ദൈവം അയക്കുന്നു. രക്ഷിക്കുന്നത് ദൈവമാണ്, ശിക്ഷിക്കുന്നത് ദൈവമാണ്. ഇസ്രായേൽ മക്കൾക്ക് യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോവ അവരെ മിഥ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. അവൻ രക്ഷിക്കുന്ന ദൈവം ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും.
നീ ഞാനും വിശ്വസ്തയോടെ പ്രമാണം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ദൈവം തന്നെയാ. സൂക്ഷിച്ച് വേണം ജീവിക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം. മഹോദരകാലത്തെക്കുറിച്ചുള്ള ചില പ്രയോഗങ്ങൾ ഞാനിവിടെ വായിക്കാൻ താല്പര്യപ്പെടുക. യഹോവയുടെ ദിവസം, യോവേൽ 1:15. യാക്കോബിൻ്റെ കഷ്ടകാലം, യിരെമ്യാവ് 30:7. പ്രതികാരകാലം, ലൂക്കോസ് 21:22, യിരെമ്യാവ് 46:10. പരീക്ഷാകാലം, വെളിപ്പാട് 3:10. കോപദിവസം, വെളിപ്പാട് 6:16-17 വാക്യങ്ങൾ. ശൂന്യതയുടെ ദിവസം, മത്തായി 24:15. സംഹാര ദിവസം, വെളിപ്പാട് 11:13, 18, 11:18, 11:18, 11:13. യോവേൽ 1:15. ന്യായവിധിയുടെ നാഴിക, വെളിപ്പാട് 14:7, 15:14. 70-ാം ആഴ്ചവട്ടമെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെ നമുക്ക് കാണാൻ കഴിയുന്നു. പരിഭ്രമത്തിൻ്റെ നാൾ, യെശയ്യാവ് 22:5. യെരുശലേമിൻ്റെ സന്ദർശകാലം, യെശയ്യാവ് 10:3. യെരുശലേമിൻ്റെ സന്ദർശകാലം. യെരുശലേമും പുതിയ നിയമവിശ്വാസിയായിട്ട് എന്താ ബന്ധം? ഇസ്രായേലും പുതിയ നിയമവിശ്വാസിയായിട്ട് എന്താ ബന്ധം? അവർക്ക് കൊടുത്ത പ്രമാണം മോശയിക പ്രമാണമല്ലേ? അവരത് അനുസരിച്ചില്ലെന്നല്ലേ പറയുന്നത്? അതുപോലെ പുതിയ നിയമസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രമാണം ഏതാ? തമ്മിൽ ഭാരങ്ങളെ ചോപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം എന്ന് വർത്തിപ്പീൻ. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം, രണ്ട് പ്രമാണമാണ്. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, അത് ക്രിസ്തുവിൻ്റെ പ്രമാണം. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി, അത് മോശയിക പ്രമാണം. ഹല്ലേലൂയ. യഹോവയുടെ വാൾ വരുന്ന ദിവസം, യിരെമ്യാവ് 50:36 മുതൽ 37 വരെ. സ്തോത്രം. അപ്പോൾ ഈ നിലയിൽ നമ്മളിത് പഠിച്ചു വരുമ്പോൾ, മഹോദരകാലം ദൈവത്തെ തള്ളിക്കളഞ്ഞ, ദൈവപുത്രനെ തള്ളിക്കളഞ്ഞ ഇസ്രയേലിന് വേണ്ടിയുള്ള അവസാനത്തെ ഒരു പണിഷ്മെൻ്റാണ് മഹോദരകാലം. അത് 7 വർഷമുണ്ട്. ആ സമയം സഭ സ്വർഗത്തിലാണ്. വ്യക്തമായി കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാലുള്ളവകുന്ന ദൈവസ്നേഹത്താൽ നിറഞ്ഞ ദൈവഭക്തന്മാര്, കർത്താവിൻ്റെ ദാസന്മാരത് നിർമ്മലമായ നിലയിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി, ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോടീശ്വരനായ ഒരു അച്ചായൻ വന്നു. സഭ മഹോദരത്തിലൂടെ കടന്നു പോകുമെന്നും പറഞ്ഞ് എനിക്ക് കുറേ പുസ്തകമൊക്കെ തന്നു. ഞാനത് ആദ്യമൊക്കെ മേടിച്ചു, പിന്നെ അങ്ങോട്ട് ദൂരെ കളഞ്ഞു, വലിച്ചെറിഞ്ഞു കളഞ്ഞു. കാരണം അതുപോലെ അത് എഴുതി വെച്ചേക്കുന്ന മുഴുവൻ. പുള്ളിക്ക് ഒരു മാസം 3 ലക്ഷം രൂപ വാടക കിട്ടുന്നുണ്ട്. കമ്മിങ് ഫ്രം ഓസ്ട്രേലിയ. ഇവിടെ വന്ന് ഈ ദുരുപദേശത്തിൻ്റെ വിത്ത് വിതച്ച് അനേകം അടിപ്പെട്ടു പോകാനിടയായി. അഞ്ചലിലൊരു ക്ലാസ് നടന്നു. ആ ക്ലാസ്സിൻ്റെ ഇടയിൽ പുള്ളി വന്ന് കയറി അവരെ ആത്മീകമായി തകർത്ത് തരിപ്പണമാക്കിയിട്ടു. അവർക്കിപ്പോൾ പ്യുവർ വചനം പറഞ്ഞാൽ കേൾക്കാനുള്ള മനസ്സില്ല. മഹോദരകാലത്തിൽ കൂടി പോകുമെന്ന് പറഞ്ഞ് അവരും കിടങ്ങിയിരിക്കുക. പ്രാർത്ഥിക്കുന്നുണ്ട്, മടങ്ങി വരുന്നേക്ക് വരട്ടെ എന്ന് കരുതി. അങ്ങനെ പലരും എറണാകുളം പട്ടണത്തിൽ ഒത്തിരി പേരുണ്ട് ഇവിടെ. ഇവരെല്ലാം സമ്പന്നന്മാർ. അവരുടെ കയ്യിലുള്ള കാശ് വെച്ചാണ് അവർ ഈ കളി കളിക്കുന്നത്. മനസ്സിലായോ? ഭൗതികം വാരിക്കോരി എറിഞ്ഞാണ് ഈ ദുരുപദേശം അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം അവരോട് കണക്കിടട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. അപ്പം മഹോത്തരകാലം യഹൂദന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി ദൈവം നീക്കി വച്ചിരിക്കുന്ന ഒരു മഹാ ഉപദ്രവ കാലഘട്ടമാണ്. ഈ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി 15ഓളം സംഘടനകൾ അഹോരാത്രം സ്വത്രം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവർ യേശുക്രിസ്തുവിനെ ചാടിക്കാനായിട്ട് ഈ ലോകത്ത്. ആ ദൈവത്തിൻ്റെ സമയം വരുമ്പോഴേ അത് വരത്തുള്ളൂ. സഭ മാറ്റപ്പെട്ടതിന് ശേഷമേ യേശുക്രിസ്തു ഇവിടെ വരത്തുള്ളൂ. സത്യം പറഞ്ഞാൽ യേശുക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഇന്നത്തെ ഈ ലോകം. ഇതിൻ്റെ പുരോഗമനങ്ങൾ
എതിർ ക്രിസ്തുവിന് വേണ്ടി ഒരു ആൻറ്റി ക്രൈസ്റ്റിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. മനോഹരമായ പട്ടണങ്ങളായി തീരും. നമ്മുടെ ദേശമൊക്കെ ഡെവലപ്പ് ചെയ്തില്ലേ? കഴുതപ്പുറത്ത് കിടന്ന് അറബികൾ, ഇസ്മയിലിൻ്റെ സന്തതികൾ, യേശാവിൻ്റെ കൂടപ്പിറപ്പുകൾ, ഇപ്പം എന്തോ പറ്റി? കോടിക്കണക്കിന് രൂപ എണ്ണ വിറ്റ് കിട്ടിയത് മുഴുവൻ ഭീകരന്മാരെ കൊണ്ട് ഭീകരപ്രവൃത്തി ചെയ്ത് തന്നെ ജനമായ ഇസ്രയേലിനെ ദണ്ഡിപ്പിക്കാനായിട്ട്, ഉപദ്രവിക്കാനായിട്ട് അവർക്ക് കിട്ടിയ ഭൗതിക നന്മകൾ മുഴുവൻ അവർ ചെലവഴിച്ചു എന്നുള്ളത് പകലുപോലൊരു സത്യമാണ്. ഇപ്പം എന്തോ സംഭവിച്ചു? ഭീകര സംഘടനകളുടെ നേതാക്കന്മാർക്കൊക്കെ എന്ത് സംഭവിച്ചു? തക്കതായ ശിക്ഷ കിട്ടിയില്ലേ ദൈവമക്കളെ? എന്താരും മനസ്സിലാക്കാത്ത? ഇപ്പോൾ ഉള്ളവരൊക്കെ ഒളിച്ചും പാത്തും നടക്കുക. ഇറാന്റെ ഏറ്റവും ടോപ്പ് ലീഡറിന്റെ മകൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ പ്രത്യക്ഷപ്പെടാൻ വയ്യ. തല കൊയ്തുകളെയും ഇസ്രയേലിലെ. ഇസ്രയേലിനെതിരെ വാളെടുത്തവനെല്ലാം തീർന്ന ചരിത്രമേ ഉള്ളൂ. ഇത് വേദപുസ്തക ചരിത്രം പഠിക്കേ. വേദപുസ്തകത്തിൽ ഇല്ലാത്ത യഹൂദന്റെ ചരിത്രം പഠിക്കേ. ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാ ഏറെക്കുറെ. ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്ത് വായിച്ച് പഠിക്കേ. നിങ്ങളുടെ നിമിത്തം ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോകുന്നു. ഇസ്രയേൽ എന്ന് കേൾക്കുമ്പോൾ ഉരുകിപ്പോവുക അവരുടെ ഹൃദയം. കാരണം ദൈവത്തിൻ്റെ ജനമാത്. അവരാരെങ്കിലും ടാർഗറ്റ് ചെയ്താൽ അത് ചെയ്തിരിക്കും അവരെ. ഏത് മഹാനാണെങ്കിലും ശരി. എന്നാൽ അവർ തോൽക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. എഹെസ്കേൽ പ്രവചനം 38-39 ദൈവവചനത്തിൻ്റെ പ്രാവചനിക നിവൃത്തി എന്നവണ്ണം സ്തോത്രം, ഗോഗുമാഗോഗിൻ്റെ നേതൃത്വത്തിൽ വലിയ സൈന്യം ഇസ്രയേൽ പർവ്വത നിരകളിൽ വരികയും അവർ 2/3 നശിപ്പിക്കുകയും ആ സമയത്ത് അവർ കുത്തിയവങ്കിലേക്ക് നോക്കുകയും യഥാസ്ഥാനപ്പെട്ട് കഴിയുമ്പോൾ സാക്ഷാൽ ദൈവം തന്നെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും യഹോവയുടെ വാൾ അവർക്ക് ഭാരമായി വരികയും ഒരെണ്ണം പോലും ഇസ്രയേൽ പർവ്വത നിരകളിൽ വന്ന ഇസ്രയേലിനെതിരെ വന്ന ശത്രുനിരകൾ പുറത്തു പോകാതെ എല്ലാം അവിടെ മരിച്ചു വീഴും. തമ്മിൽ തല്ലിച്ചാകും. പ്രതിക്ഷോഭം കൊണ്ടും ദൈവത്തിൻ്റെ വാള് കൊണ്ട് അവരെല്ലാം നശിച്ച് നാമാവിശേഷമാകും. ഞാൻ ഗോഗുമാഗോൻ ഇസ്രയേലിൽ ഒരു ശ്മശാന ഭൂമി ഒരുക്കും. അത് നന്നായിട്ട് അറിയാനായിട്ട് എഹെസ്കേൽ 38-39 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ച് പഠിച്ചുകൊള്ളുക. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ എൻ്റെ മുൻപിൽ സമയമില്ല. ഇപ്പോൾ തന്നെ എൻ്റെ സമയം കഴിഞ്ഞിരിക്കുക. ഒരു കാര്യം ഓർത്തുകൊള്ളുക, മഹോത്തരകാലം പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയുള്ളതല്ല, അത് ഇസ്രയേലിന് വേണ്ടിയുള്ള ശിക്ഷാകാലമാണ്. അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പണിഷ്മെൻ്റ്, ഒരു ശിക്ഷാകാലമാണ്. ദൈവത്തിനെ ചവിട്ടിക്കളഞ്ഞാൽ നിനക്കും അതുണ്ടെന്ന് നീ അങ്ങ് വിശ്വസിച്ചോ. എനിക്കതേ പറയാനുള്ളൂ. സ്തോത്രം. കാരണം എബ്രായ ലേഖനം എൻ്റെ 10-ാം അധ്യായത്തിലേക്ക് ഞാൻ വരിക. ഞാനിപ്പോൾ പറഞ്ഞ വാക്യമായിട്ട് ഞാനിവിടെ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ 10:26 മുതൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ജയിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും വിശുദ്ധീകരിച്ച നിയമരത്വത്തെ മല്ലുമെന്നിടുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പിൻ. ഈ കഠിനമേറിയ ശിക്ഷ മഹോദരകാല. അതിൻ്റെ ഇടയിൽ നിന്നെ കൊണ്ട് തള്ളിക്കളയും ദൈവപുത്രനെ ചവിട്ടിക്കളഞ്ഞാൽ. സ്തോത്രം. എനിവോ ക്രൂശിൻ്റെ ശത്രുവായാൽ നിന്നെ അവിടെ കാണാൻ പറ്റും. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്ന് അരുളി ചെയ്തിരിക്കുന്നതിനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം. അപ്പോൾ ദൈവത്തിനെ ചവിട്ടിക്കളഞ്ഞാൽ കഠിനമേറിയ ശിക്ഷ മഹോദരകാലത്ത് അനുഭവിക്കേണ്ടി വരും. കൈവിടപ്പെട്ടവരുടെ കൂട്ടത്തിലായി. ഇന്ന് ക്രൂശിൻ്റെ ശത്രുക്കളായി നല്ലൊരു ശതമാനമുണ്ട് ദൈവദാസന്മാരെന്ന് പറയുന്നവർ. ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നവരുണ്ട്. പുതിയ നിയമ പ്രമാണത്തെ തേജോവധം ചെയ്യുന്നവരുണ്ട്. ഇന്നത്തെ ദിവസം ഏതാ ദിവസം? 25/7/2026 പ്രഭാത സമയത്തിൽ
പുതിയ നിയമം എന്നുള്ള വിഷയത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ നിന്നും 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നും ശക്തമായൊരു മെസ്സേജ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തരാനിടയായി. ഞാൻ എൻ്റെ ഡയറിയിൽ അത് മനോഹരമായ നിലയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ഒത്തുവാക്യങ്ങളെല്ലാം കൂടി എടുത്ത് അത് ശക്തമായ 2-3 എപ്പിസോഡ് ചെയ്യാനായിട്ട് വലിയ പ്രേരണയുണ്ട്. വലിയ താമസം കൂടാതെ ഞാനത് ചെയ്യാം. കർത്താവിൻ്റെ കൃപയിൽ ചെയ്യുന്നതായിരിക്കും. വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കത് പഠിക്കാം. ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല, പക്ഷേ കർത്താവ് തരുന്ന കൃപയ്ക്കനുസരിച്ച് ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീണ്ട 25 വർഷം ഈ പുതിയ നിയമത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടും ഇല്ലാതെ മുമ്പോട്ട് പോയൊരു മനുഷ്യനാണ്. അതിനുശേഷം പിതാക്കന്മാരിൽ നിന്ന് പുതിയ നിയമം എന്നുള്ള വചന വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം, ക്രിസ്തുവിൻ്റെ ഉപദേശം, പഥ്യവചനം, പഥ്യോപദേശം, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, സ്തോത്രം, രാജകീയ ന്യായപ്രമാണം, യാക്കോബ് പറയുന്നതാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, രാജകീയ ന്യായം, ഇതൊക്കെ യാക്കോബിൻ്റെ പ്രയോഗങ്ങളാണ്. ഇത് പഠിക്കാനിടയത് അന്ന് മുതലാണ്. അവർ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകാൻ പ്രാപ്തരാക്കി. അത് KJV പഠിക്കുമ്പോൾ പുതു നിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. പഴയ നിയമത്തിൻ്റെ അല്ല അല്ല അല്ല. പഴയ നിയമം ബുദ്ധി ഉപദേശമായിട്ട് പ്രസംഗിക്കും. കഴിഞ്ഞ പൊങ്ങം ക്ലാസ്സിൽ 5 വിധ പാപങ്ങളെക്കുറിച്ച് ശക്തമായി പ്രതിപാദിക്കാനിടയായി തീർന്നു. ആ പ്രസംഗങ്ങൾ സ്വത്രം യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങളത് കേൾക്കാത്തവർ ദയവായി കേൾക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിലെ വിഷയം ഇസ്രായേൽ മക്കളുടെ തകർച്ച. ദുർമോഹികളായി, വിഗ്രഹാരാധികളായി, പ്രസംഗം ചെയ്യുന്നവരായി, ദൈവത്തെ പരീക്ഷിക്കുന്നവരായി, പിറുപിറുക്കുന്നവരായി. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. തകർന്നു പോയത് അവർക്ക് സംഭവിച്ചതാ. ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ തകർച്ച നമുക്ക് ബുദ്ധി ഉപദേശമാണ്, അവർക്ക് ദൃഷ്ടാന്തമാ, നമുക്ക് ബുദ്ധി ഉപദേശമാണ്. അവർ തകർന്നതുപോലെ നമ്മൾ തകർന്നു പോകാതിരിക്കാനാ. മിസ്രൈമിൽ നിന്ന് സംഗീത നിശ നടത്തി, മ്യൂസിക് നൈറ്റ് നടത്തി, മിരിയാമിൻ്റെ നേതൃത്വത്തിൽ വാഗ്ദത്ത കനാനിലേക്ക് യാത്ര ചെയ്ത ഇസ്രായേൽ മക്കൾ 25, 30, 35 ലക്ഷമൊക്കെ വരുമെന്ന് വേദപണ്ഡിതന്മാർ ഒരേ ശബ്ദത്തോടെ പറയുക. അവിടെ ചെന്നപ്പോൾ 2 പേരെ ഉണ്ടായുള്ളൂ. എന്തു പറ്റി? ഈ 5 പാപങ്ങൾ അവർക്ക് വേണ്ടി കൊടുത്ത വാഗ്ദത്ത കനാലിൽ പ്രവേശിക്കുവാൻ കഴിയാതെ പോയി. ഈ ലോകമാകുന്ന മിസ്രൈമിൽ നിന്ന് നാം ആത്മീയ കനാനിലേയായ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ പുത്രനെ ചുംബിക്കണം. അർത്ഥം പുത്രൻ തന്ന പ്രമാണം അനുസരിക്കണം. ഹല്ലേലൂയ. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. അതുകൊണ്ട് ഇത് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത ഏത് സമയവും സംഭവിക്കാം. സ്തോത്രം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലായിക്കൊള്ളും, കർത്താവ് സഭയെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ്. ഞാനൊന്ന് തിരുത്തുക, അത് ഏത് സമയത്ത് സംഭവിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം യെശുക്രിസ്തു സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ യെശുക്രിസ്തുവിൻ്റെ സംഹാര താണ്ഡവം ഈ ഭൂമിയിൽ നടക്കും. ലോകാരംഭം മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത മഹാകഷ്ടം അന്നുണ്ടാകും. യേശുക്രിസ്തുവിൻ്റെ ശരീരമാം സഭയ്ക്ക് അതിൽ പങ്കില്ല. യേശുക്രിസ്തുവിനോടുകൂടി പങ്കാളിത്തം ലഭിച്ച സഭയ്ക്ക് അതിൽ പങ്കില്ല. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം ലഭിച്ച ദൈവസഭയ്ക്ക് അതിൽ പങ്കില്ല. ദൈവപുത്രനെ തവിട്ടിക്കളഞ്ഞവർക്ക് അതിൽ പങ്കുണ്ട്. ഞാൻ ഇത്രയും മാത്രം ഇപ്പം പറയുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക, കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. അതിനു വേണ്ടുന്ന ആത്മീയവർദ്ധന, ആത്മീയനിറവ് പ്രാപിച്ച് ഒരുങ്ങിയിരിക്കുക, ഉണർന്നിരിക്കുക, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ന്, നിങ്ങൾ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ ചെറിയ സന്ദേശം നമുക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ കെണിയിൽ വീണു പോകാതെ, അവൻ്റെ ട്രാപ്പിലായി പോകാതെ, കൈവിടപ്പെട്ടു പോകാതെ, ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയോടെ നിൽക്കുവാൻ ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ, വിടുതലായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് കാര്യങ്ങൾ അത് അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.